വിക്കറ്റ് കൂട്ടുകെട്ട് നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ബലത്തിൽ മെൽബേണിൽ ഇന്ത്യക്ക് ആശ്വാസം. ഇന്ന് മത്സരത്തിന്റെ മൂന്നാം ദിവസം അവസാനത്തോടെ മോശം വെളിച്ചം മൂലം കളി നേരത്തെ നിർത്തിയപ്പോൾ ഇന്ത്യ 9-ന് 358 എന്ന നിലയിലാണ്. ഒരു ഘട്ടത്തിൽ 7-ന് 221 എന്ന നിലയിലായിരുന്ന ടീം ഫോളോ ഓൺ ഒഴിവാക്കിയത് തന്നെ പ്രശംസനീയമായ കാര്യമാണ്. 127 റൺസാണ് നിതീഷ് റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് നേടിയത്. 50 റൺസ് നേടിയ സുന്ദറിനെ നഥാൻ ലയൺ ആണ് പുറത്താക്കിയത്. ഇന്ത്യൻ ഇന്നിംഗ്സിലെ തന്നെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടായിരുന്നു ഇത്. സുന്ദർ പുറത്തായി അധികം വൈകാതെ ബുംറയും മടങ്ങിയപ്പോൾ 99 നിൽക്കുന്ന നിതീഷ് ശതകം കാണാതെ മടങ്ങേണ്ടിവരുമെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ കരുതിയത്. ഓവറിലെ ആ 3 പന്തുകൾ സിറാജ് അതിജീവിച്ചപ്പോൾ അടുത്ത ഓവറിൽ ബൗണ്ടറി നേടി തന്റെ ടെസ്റ്റ് ശതകം നിതീഷ് റെഡ്ഡി പൂർത്തിയാക്കി. 105 റൺസുമായി നിൽക്കുന്ന നിതീഷ് കുമാർ റെഡ്ഡിയും 2 റൺസ് നേടിയ മുഹമ്മദ് സിറാജും ഇന്ത്യക്കായി ക്രീസിലുള്ളപ്പോൾ ഓസ്ട്രേലിയയുടെ കൈവശം 116 റൺസിന്റെ ലീഡാണ് ഇപ്പോഴുമുള്ളത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസുമായി മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് വിശ്വസ്തരായ ഋഷഭ് പന്ത് 28, രവീന്ദ്ര ജഡേജ 17 എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ന് ആദ്യ സെഷനിൽ നഷ്ടമായത്. 37 പന്തുകൾ നേരിട്ട പന്ത് 3 ഫോറുകളോടെയാണ് 28 റൺസെടുത്തത്. രവീന്ദ്ര ജഡേജ 51 പന്തിൽ 3 ഫോറുകളോടെ 17 റൺസും എടുത്തു. ഇന്ന് ഇന്ത്യക്ക് നഷ്ടമായ 4 വിക്കറ്റുകൾ സ്കോട്ട് ബോളണ്ട്, നേഥൻ ലയോൺ, പാറ്റ് കമിൻസ് എന്നിവർ പങ്കിട്ടു. ഓസീസ് നിരയിൽ 3 വിക്കറ്റ് വീതം വീഴ്ത്തി കമിൻസ്, ബോളണ്ട് എന്നിവരാണ് വിക്കറ്റ് വേട്ടയിൽ മുന്നിൽ. നേഥൻ ലയണിന് 2 വിക്കറ്റും ലഭിച്ചു.